മിശിഹായിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വൻറ്റ് ടോക്സിലെ ഈ പ്രത്യേകിച്ച് 20-ാം ദിനം ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസം ആ സന്തോഷത്തിൻ്റെ തിരുനാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷത്തിൻ്റെ തിരുനാൾ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെയും പുതിയൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു സമയമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഭാഗം, വചനഭാഗം ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നും 11-ാം അധ്യായം 2-ാം വാക്യമാണ്. ഈ ഒരു ഭാഗം നമ്മളെ ഏറ്റവും അധികം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, അത് മറ്റേതൊന്നുമല്ല, അത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞ് ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗത്തിൽ നമ്മുടെ ഇന്നത്തെ ഭാഗത്തിൽ എഴുതിയിരിക്കുന്ന, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവും അറിവിൻ്റെയും ദൈവഭക്തിയുടെ ആത്മാവ് അവൻ്റെ മേലുണ്ടാകും. അപ്പം രക്ഷകനായ യേശു കടന്നു വന്നാൽ ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ ഇതിനു മുമ്പുള്ള അഡ്വൻറ്റ് ടോക്സിൽ കേട്ട ഒരു കാര്യമാണ്, കർത്താവ് യേശു മിശിഹ സാധാരണ ഒരു കുഞ്ഞല്ല, അല്ലെ സാധാരണ ഒരു രാജാവല്ല, അല്ലെ ഇന്നലെയല്ല നമ്മൾ കേട്ടു ഒരു യൂണിഫോം ഇല്ല, പക്ഷെ എന്നാലും ശക്തിശാലിയാണ്, ബലവാനാണ്, എല്ലാവരുടെ മുമ്പിൽ ശക്തിയുള്ളവനാണ്. ആ വചനം കൊണ്ട്, ദൈവത്തിന് വിശ്വാസം കൊണ്ട്, ദൈവശരണം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കളയും. പിതാവായ ദൈവത്തിൻ്റെ എതിരെ ഒന്നും തന്നെ പ്രവർത്തിക്കാത്ത ഒരു പുത്രനാണ് യേശു നമ്മൾ കണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകണം, ശക്തിയുടെ ഒരു ആത്മാവാണ് നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ വളരെ ശക്തിയുള്ളൊരു ദൈവമാണ്, ഒരു പവർഫുൾ ഗോഡ്. അതാണ് ഇവിടെ ഒരു ഏറ്റവും വലിയ വചനവാക്യം, പവർഫുൾ ഗോഡ്, ജീസസ് ഇസ് പവർഫുൾ. അതാ മനസ്സിലാക്കുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ ഏത് തകർച്ചകൾക്കും ഒരു സഹായകമായിട്ട്, ഒരു രക്ഷയായിട്ട് കർത്താവിന് സാധിക്കും, കർത്താവിന് ഇറങ്ങി വരാൻ സാധിക്കും. അതാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാം 3 കാര്യം. ഒന്ന്, ആത്മാവ്. എന്തിൻ്റെ? 2 കാര്യമുണ്ട്. ജ്ഞാനത്തിൻ്റെയും അതൊരു വിവേകത്തിൻ്റെ ആത്മാവാണ് ദൈവം. അതായത് നമുക്കെല്ലാം മനസ്സിലാക്കി തരും. എന്തൊക്കെയുണ്ടെങ്കിലും പാപം എന്താണ്, നല്ലതെന്താണ്, അശുദ്ധി എന്താണെന്നെല്ലാം നൽകുന്ന ഒരു ദൈവമാണ് രക്ഷകനായ യേശു. രണ്ടാമത് നമുക്ക് മനസ്സിലാകാം, അത് ഒരു വലിയ ശക്തിയാണ്. ദൈവം ഒരു ശക്തിയാണ്, ദൈവപ്രകാശം ഒരു ശക്തിയാണ്, ദൈവത്തിൻ്റെ വിശ്വാസം ഒരു ശക്തിയാണ്. മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, അത് ജ്ഞാനം നൽകുന്നു, എന്നാൽ ദൈവത്തോടുള്ള ഭയവും നൽകുന്നു. ജ്ഞാനം നൽകുന്നത് എന്തിനാണെന്നറിയോ? കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കുറേ ജീവിതത്തിൽ നല്ലതിനെയും നല്ലതല്ലാത്തതിനെയും നമുക്ക് തിരിച്ചറിയണം. എന്നാൽ ദൈവഭയം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള വിശുദ്ധി, അത് ഏറ്റവും അധികം ഉണ്ടാവണം. പ്രിയമുള്ളവരെ, രക്ഷകൻ കടന്നു വന്നാൽ ഈ 3 കാര്യം നമുക്കുണ്ടാകും. ഒന്ന്, ജ്ഞാനവും അത് മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം തരും. രണ്ടാമത്തത് ശക്തിയാണ്. മൂന്നാമത്തത് നമുക്ക് മനസ്സിലാകും, അത് ഒരു അറിവോടൊപ്പം തന്നെ ദൈവഭയം നൽകുന്നുണ്ട്. ഭയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ തെറ്റായ അർത്ഥം എടുക്കല്ലേ. ഭയം പറഞ്ഞാൽ വിശ്വാസമാണ്, സ്നേഹമാണ്, ദൈവത്തോടെ എന്നും കമ്മിറ്റഡായി ജീവിക്കാനുള്ള സ്നേഹമാണ് ഇന്നത്തെ ഒരു ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്മസിലേക്ക് അധികം സമയമില്ല. നമ്മൾ ക്രിസ്മസ് എത്തി, ക്രിസ്മസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ദൈവവിശ്വാസത്തിലും ദൈവശരണത്തിലും നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.